ഏഴാമത്തത്, അവർ ഫിത്ന വന്നാൽ അവിടെ കാര്യങ്ങൾ മടക്കുന്ന പണ്ഡിതന്മാരിലേക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബി വലൗ റുദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവർക്കിടയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാവട്ടെ, ഭയമുണ്ടാക്കുന്നതാവട്ടെ, നിർഭയത്വം ഉണ്ടാക്കുന്നതാവട്ടെ, അവർ ഉടനെ അത് പ്രചരിപ്പിക്കുകയില്ല. മറിച്ച് അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം അനുസരിച്ച് നടക്കുന്നവർ എന്താ ചെയ്യുന്നത്? വലൗ റുദ്ദൂഹു, അവർ മടക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിലേക്കും അവരുടെ കൈകാര്യകർത്താക്കളിലേക്കും അങ്ങനെ അറിവുള്ളവർ അതിൽ നിന്ന് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കും, അതിൽ നിന്ന് പുറത്തെടുക്കും, അതിന്റെ ഹക്ക് പറഞ്ഞ് പുറത്തെടുത്തവർക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ആരോട് ചോദിക്കണം? ഉലമാക്കളിലേക്ക് ചോദിക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നമുക്ക് നോക്കിയാൽ മതി. അവർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താ ചെയ്യുക? നേരെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുകയാണ്. മീറ്റിംഗ് കൂടിയിട്ട് ആ വർഷം അവിടെ വെച്ച് ഭൂരിപക്ഷ അഭിപ്രായം നോക്കി പാസ്സാക്കുകയല്ല ചെയ്യുന്നത്. അതാ സംഘടന ചെയ്യുക. മീറ്റിംഗ് കൂടും, ഭൂരിപക്ഷ അഭിപ്രായം നോക്കി. ആരാ ഭൂരിപക്ഷം? ജാഹിലും എല്ലാരും കാണും അതിന്റെ അകത്ത്. അലിഫും ബായും മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ അറിയാത്തവരും അതിന്റെ അകത്ത് കാണും. അതിന് അവർക്ക് തോന്നണം, അപ്പൊ അവന്റെ ബുദ്ധിക്ക് തോന്നണം ഇതാണ് നല്ലതെങ്കിൽ അവിടെ വോട്ടെടുപ്പും ഭൂരിപക്ഷ അഭിപ്രായം നോക്കും. ഭൂരിപക്ഷം പറയുന്നത് പാസ്സാക്കല. ഇതല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മനഹജ്. അവർ പ്രശ്നങ്ങളും ഫിത്നകളും വരുമ്പോൾ കിതാബിലേക്കും സുന്നത്തിലേക്കും, അതായത് പണ്ഡിതന്മാരിലേക്കും മടക്കും. പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് അവർ സ്വീകരിക്കും, അവിടെ അവർ നിൽക്കും. അപ്പൊ അത് ഏഴാമത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജാണ്. ഇതെല്ലാം സുന്നത്ത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ കൂടിയവർ അനുഭവിച്ചറിഞ്ഞതാണ്. ഇതൊന്നും അവർക്ക് നമുക്ക് ഇതില്ലല്ലോ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്കിതില്ലല്ലോ, ഈ ഒരു നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടിട്ടില്ലെന്ന് ആർക്കെങ്കിലും നമ്മളെ കൂടെ ദഅവത്തിൽ പ്രവർത്തിച്ച് പരിചയിച്ച് നമ്മളെ ദറൂസുകളിൽ ഇരുന്ന ആൾക്കും തോന്നൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി ഒരു മനുഷ്യനും ഇത് നമ്മളില്ല എന്ന് ചെറുതായി പോലും തോന്നൂല. ഇനി അതുപോലെ തന്നെ അടുത്തത്, അവർ ജനങ്ങളെ സലഫുകളുമായിട്ടായിരിക്കും ബന്ധിപ്പിക്കുക. എട്ടാമത്തെ കാര്യം, അവർ ആരുമായിട്ടായിരിക്കും ജനങ്ങളെ ബന്ധിപ്പിക്കുക? സലഫുകളുമായിട്ടായിരിക്കും ബന്ധിപ്പിക്കുക. അതാണ് ഇമാം അൽ വാദിഇ റഹിമഹുല്ലാഹു തആല പറഞ്ഞത് ഇദാ ഖുൽനാ നഹ്നു സലഫിയ്യൂൻ. നമ്മൾ വെറുതെ തൊള്ളകൊണ്ട് സലഫികളാണെന്ന് പറഞ്ഞാൽ പോരാ. ലാ ബുദ്ദ അൻ നദറുസ സീറത്ത സലഫ്. സലഫുകളുടെ കഥകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വൻ നഖ്തദി ബി സലഫിന. സലഫുകളെ നമ്മൾ പിന്തുടരണം. ഖാല ലൗസാഇ, ഇമാം അൽ ഔസാഇ പറഞ്ഞു ഇസ്ബിർ നഫ്സക അല സുന്ന വഖിഫ് ഹൈസു വഖഫൽ ഖൗം. നീ നിന്റെ നഫ്സിനെ സുന്നത്തിൽ പിടിച്ചു നിർത്ത്. ആ അൽ ഖൗം നിന്നത് എവിടെയാണ്? അതായത് നമ്മുടെ സലഫുകൾ, സഹാബാക്കൾ. അൽ ഖൗം നിന്നത് എവിടെയാണ്? അവിടെ നീ നിൽക്ക്. സലഫുകൾ നിന്ന സ്ഥലത്ത് നീ നിൽക്ക്. ഖുൽ ബിമാ ഖാലു. ആ അൽ ഖൗം പറഞ്ഞു നീ പറയ്, ആ സലഫുകൾ പറഞ്ഞു നീ പറയ്. വഖഫ അമ്മാ ഖഫു അൻഹു. അവർ പറയാത്ത കാര്യങ്ങളൊന്നും നീ ദീനിൽ പറയല്ലേ. വസ്ലുക് സബീല സലഫിക സ്വാലിഹ്. നിന്റെ സ്വാലിഹീങ്ങളായ ആ സലഫുകളുടെ പാതയിൽ നീ പ്രവേശിക്ക്. ഫഇന്നഹു യസഉക മാ വസിഅഹും. അവർക്ക് മതിയായത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നിനക്ക് മതിയാവുന്നതാണ്. എന്നാൽ ഇതിപ്പോ ഒരു നേതാവ് സലഫിയത്തിനെതിരെ എന്തായാലും പറഞ്ഞാൽ തന്നെ ഇവർക്ക് തിരിയൂല. കാരണം സലഫുകൾ അവർക്ക് പരിചയമില്ല. സലഫുകളെ പരിചയപ്പെടുകയും സലഫുകളുടെ അഖ്വാലുകളും സലഫുകളുടെ ദീനും പഠിച്ചവർക്ക് സലഫിയത്തിനെതിരെ ഈ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? തിരിയുള്ളൂ. ഇതിപ്പോ ഓർക്ക് അറിഞ്ഞൂടെ ഇതിപ്പോ ഇദ്ദേഹം പറയുന്നത് സലഫിയത്താണ്. സലഫുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സലഫുകളുടെ പേര്, ഇമാമിങ്ങളുടെ പേര് പോലും അവർക്ക് അറിയില്ലായിരിക്കും. പിന്നെയാണ് അവരുടെ ചര്യയും അവരുടെ ജീവിതവും. അത് പഠിച്ചാൽ മാത്രമാണല്ലോ ഇതിപ്പോ എന്റെ നേതാവ് അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിയാം. അങ്ങനെ തിരിയാൻ വേണ്ടി സലഫുകളെ മായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവരെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സലഫുകളും ആധുനികമായ ഒരു പണ്ഡിതനും തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായാന്തരം വന്നു കഴിഞ്ഞാൽ ആരെ എടുക്കും? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സലഫുകളുടെ കൂടെ നിൽക്കും. സലഫിൽ എടുക്കുക. അല്ല ഇത് എന്റെ ഷെയ്ഖാണ്, നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നിൽക്കലല്ല. അപ്പൊ സലഫുകളുടെ മനഹജ് പഠിക്കേണ്ടതുണ്ട്, സലഫിയത്ത് പഠിക്കേണ്ടതുണ്ട്, ജനങ്ങളെ സലഫുകളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എടുക്കുന്ന പണി, ജനങ്ങളെ സലഫുകളുമായി ബന്ധിപ്പിക്കുക. ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ സ്വലഹ ബിഹി അവ്വലു. ഈ ഉമ്മത്തിന്റെ അവസാനം ഒരിക്കലും നന്നാവുകയില്ല ആദ്യകാലക്കാരായ സലഫുകൾ എന്തുകൊണ്ടാണ് നന്നായത്? അതുകൊണ്ടല്ല. അപ്പൊ അവരെ ചര്യ ജനങ്ങളെ പഠിപ്പിക്കുക, അവരുമായി ജനങ്ങളെ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക. അതാണ് ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അലൈക ബി ആസാരി മൻ സലഫ്. നിനക്ക് മുൻകഴിഞ്ഞു പോയ സലഫുകളുടെ ആസാറുകളെ നീ മുറുകെ പിടിക്കുക.
വയ്യാക വആറാ റിജാൽ, നീ ജനങ്ങളുടെ ആളുകളുടെ വർത്തമാനത്തിനെ സൂക്ഷിക്കുക, ജനങ്ങളുടെ വർത്തമാനത്തെ സൂക്ഷിക്കുക. വൈൻ സഖറുഫുഹാ ബിൽ ഖൗൽ, സംസാരം കൊണ്ട് എത്ര സൗന്ദര്യപ്പെടുത്തി അതിനെ പറഞ്ഞാലും ശരി. ഫൈനൽ അംറ യൻജലി ഹീന യൻജലി വഅൻത മിൻഹു അലാ ത്വരീഖിൻ മുസ്തഖീം, ഫിത്നകൾ വിട്ട് പൊങ്ങിപ്പോകുമ്പോൾ നീ സത്യത്തിന്റെ മാർഗത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സലഫുകളുടെ ആസാറുകളെ മുറുകെ പിടിച്ചാൽ. ഇമാം അൽ ബർബഹാരി കിതാബിൽ പറയുകയാണ്, ഇഹ്ദർ സുമ്മ ഹദർ അഹ്ല സമാനിക ഖാസ, നിന്റെ കാലക്കാരെ നീ സൂക്ഷിച്ചോളാം, പ്രത്യേകം സൂക്ഷിക്കണം. വൻദുർ മൻ തുജാലിസ് വമൻ മൻ തസ്മഅ വമൻ തസ്ഹബ് ഫഇന്നൽ ഖൽഖ കന്നഹും ഫീ റിദ്ദത്തിൻ ഇല്ലാ മൻ അസ്മഅഹു അല്ലാഹു മിൻഹു, സൃഷ്ടികളെല്ലാം മുർത്തദായ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇക്കാലഘട്ടം നീ സൂക്ഷിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചാടിക്കേറി എന്ത് ചെയ്യരുത്, അതിനെ നീ സ്വീകരിക്കാൻ പോകരുത്. മറിച്ച് സലഫുകൾ അത് പറഞ്ഞതാണോ എന്ന് നോക്കണം. അപ്പൊ ജനങ്ങളെ സലഫുകളുമായി എന്ത് ചെയ്യണം, ബന്ധിപ്പിക്കണം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എതിർക്കുന്നത് അവരുടെ പ്രത്യേകതയാണ്. അടുത്ത 9ാമത്തെ അവരുടെ പ്രത്യേകത, അവർ ഇൽമ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അർറിഹ്ല ഫീ തലബിൽ ഇൽം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസറുണ്ട്, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ ഉൻസിലത് സൂറത്തുൻ മിൻ കിതാബില്ലാഹി ഇല്ലാ അനാ അഅലമു അയ്ന ഉൻസിലത് വലാ ഉൻസിലത് ആയത്തുൻ മിൻ കിതാബില്ലാഹി ഇല്ലാ അനാ അഅലമു ഫീമാ ഉൻസിലത് വലൗ അഅലമു അഹദൻ അഅലമ മിന്നി ബികിതാബില്ലാഹി തുബല്ലിഗുൽ ഇബ്ലു ലറകിബ്തു ഇലൈഹി. അല്ലാഹുവിന്റെ ഖുർആൻ ആയത്ത് എവിടെയൊക്കെയാണ് ഇറങ്ങിയത്, ഏതൊക്കെ വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം. എന്നെക്കാളും ഖുർആനിൽ ആർക്കെങ്കിലും വിവരമുണ്ട്, അറിവുണ്ട് എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ, ഒട്ടകത്തിൽ യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ യാത്ര ചെയ്തു പോയതിനെ അവന്റെ അടുക്കലേക്ക്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി വസല്ലമിന്റെ അല്ലെങ്കിൽ മൂസ അലൈഹി വസല്ലമിന്റെ സംഭവം നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? ഖിദർ നബിയുടെ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. മൂസ അലൈഹി വസല്ലമിന്റെയും ഖിദർ നബിയുടെയും കഥ അറിയാത്ത ആരുമില്ല. ആ നബി എന്ത് ചെയ്യുകയാണ്? മൂസ അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. ആരുടെ അടുക്കിലേക്ക്? ഖിദർ നബിയുടെ അടുക്കിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ്. അപ്പൊ ത്വലബുൽ ഇൽമിന് വേണ്ടി യാത്ര ചെയ്യുക എന്നുള്ളത് സലഫുകളുടെ ചര്യയിൽപ്പെട്ടതാണ്. ഇനി പ്രത്യേകം ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ത്വലബുൽ ഇൽമിന് വേണ്ടി യാത്ര ചെയ്യലും പഠിക്കലും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മൻഹജുണ്ട്. ഈ ത്വലബുൽ ഇൽമിന് എന്തുണ്ട്? സലഫുകൾക്ക് ഒരു മൻഹജുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, അൽ ഇൽമു ഖാല ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി തആല ത്വലബുൽ ഇൽമു ദറജാത്തുൻ വ മനാസിലു വ റുതബുൻ. ത്വലബുൽ ഇൽമു എന്ന് വെച്ചാൽ ചില പടികളാണ്, ചില പടികളുണ്ട്, അതിൽ ചില സ്ഥാനങ്ങളുണ്ട്. എന്ത് ലാ യംബഗി തഅദ്ദിഹ, അതിനെ വിട്ടുകിടക്കാൻ നമ്മൾ പാടില്ല. ഒരു പടി വിട്ട് അടുത്ത പടിയിലേക്ക് ചാടുക, ആ പരിപാടി ചെയ്യാൻ പാടില്ല. വമൻ തഅദ്ദഹ ജുംലതൻ ഫഖദ് തഅദ്ദ സബീല സലഫ്, മൊത്തത്തിൽ ആരെങ്കിലും ചാടിക്കടന്നിട്ടുണ്ടെങ്കിൽ അവൻ സലഫുകളുടെ ചര്യയെ വിട്ടുപോയവനാണ്, അതിര് കടന്നവനാണ്. റഹിമഹുല്ലാഹു തആല. വമൻ തഅദ്ദ സബീലഹും ആബിദൻ ളല്ല വമൻ തഅദ്ദ മുജ്തഹിദൻ സല്ല. സലഫുകളുടെ പാതയെ ആരെങ്കിലും വിട്ടുകടന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് വിട്ടുകടന്നാൽ, ഇതൊക്കെ സലഫുകൾ ചെയ്തതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിഴച്ചുപോയി. ഇനി ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ആലിമാണ്, അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് സലഫുകളുടെ മാർഗത്തിൽ തെറ്റിപ്പോണെങ്കിൽ അവൻ തെറ്റ് സംഭവിച്ചത്, കാല് വഴുതിയിരിക്കുന്നു. ഇത് പറയുകയാണ്. ഫഅവ്വലുൽ ഇൽമി, ഇൽമിന്റെ ദറജകൾ പറഞ്ഞ് സലഫുകളുടെ ചര്യയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഫഅവ്വലുൽ ഇൽമി ഹിഫ്ദു കിതാബില്ലാഹി അസ്സ വജൽ. എന്താണ്? അള്ളാന്റെ ഖുർആൻ ഹിഫ്ദാക്കുക, അള്ളാന്റെ ഖുർആൻ ഹിഫ്ദാക്കുക. ഇന്നിപ്പോ ആലിം കോഴ്സ് അതൊരു കോഴ്സ്, ഹാഫിദ് കോഴ്സ് അത് വേറെ കോഴ്സ്. ഈ ആലിം കോഴ്സിലിരിക്കുന്ന ഖുർആൻ ഒന്നും അറിഞ്ഞൂടാ, ഹാഫിദ് കോഴ്സിലിരിക്കുന്നവന് ഖുർആന്റെ അർത്ഥം അറിഞ്ഞൂടാ. അപ്പൊ എങ്ങനെ ഉണ്ട് ആ ഉമ്മത്തിന്റെ ഇൽമും ആ പണ്ഡിതന്മാരും എങ്ങനെ ഉണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഇൽമ എന്താണ്? ഖുർആനാണ് ഇൽമ്. എല്ലാ ഇൽമുകളും മടങ്ങുന്നത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഇൽമ് നൂറ്, അത് ഖുർആനാണ്. ആ ഖുർആനെ പഠിക്കൂല ആലിം കോഴ്സിലിരിക്കുന്നവൻ, വേറെ എന്തൊക്കെയോ പഠിക്കും. ഈ ഹാഫിദ് കോഴ്സിലിരിക്കുന്നവൻ അറബി ഭാഷയും പഠിക്കില്ല, മറ്റു അർത്ഥങ്ങളും പഠിക്കില്ല. അപ്പം രണ്ടുപേരും പോയി. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേതാക്കന്മാരൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരാൾക്കും ഖുർആൻ ഹിഫ്ദില്ല. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആദ്യം തന്നെ പഠിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ ഖുർആൻ ഹിഫ്ദിക്കുക, അതിനുശേഷം പിന്നെ ഇൽമിന്റെ പല തരത്തിലും, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? അറബി ഭാഷയും മറ്റും പഠിക്കുക.
ആരാണോ ആലിമാവാൻ ഉദ്ദേശിക്കുന്നത് അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ആര് പറയുന്നത്? ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി തആല പറയുന്നത്. കണ്ടോ, അദ്ദേഹം പറയുകയാണ് ഫഅവ്വലുൽ ഇൽമി ഹിഫ്ളു കിതാബില്ലാഹി അസ്സ വജല്ല വകുല്ലു മാ യുഈനു അലാ ഫഹ്മി. കിതാബ് ആരെങ്കിലും ആലിമാവാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഖുർആൻ ഹിഫ്ളാക്കണം. പിന്നെ ആ ഖുർആനിന്റെ ഫഹമിനെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. അതായത് ഖുർആൻ മനസ്സിലാക്കാൻ എന്തൊക്കെ വേണം? അത് ഉസൂൽ തഫ്സീർ പഠിക്കണം, അതുപോലെ തന്നെ അറബി ഭാഷ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ പഠിച്ചു കൊള്ളട്ടെ. വലാ അഖൂലു ഇന്ന ഹിഫ്ളഹു കുല്ലഹു ഫർദുൻ. ഞാൻ എന്ത് പറയുന്നു, നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് അത് എല്ലാം ശർഈയായി ഹറാമാണെന്നല്ല പറയുന്നത്. ഖുർആൻ മുഴുവൻ പഠിക്കൽ ഹറാമ, അല്ലെങ്കിൽ പഠിച്ചില്ലേ ഹറാമായി പോകുന്നല്ല പറയുന്നത്. ഖുർആൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ അവൻ ഒരു വിവരവും ഇല്ലാത്തതാണെന്ന് പറയണമെന്നല്ല പറയുന്നത്. മറിച്ചോ ഹറാമ ചെയ്തു. വലാകിന്നി അഖൂൽ ഇന്ന ദാലിക ശർത്തുൻ ലാസിമുൻ അലാ മൻ അഹബ്ബ അൻ യകൂന ആലിമൻ. ഒരാൾക്ക് ആലിമാവണമെന്ന് ഇഷ്ടമുണ്ടോ അവൻ എന്ത് ചെയ്യണം? അവന് നിർബന്ധമാണ് എന്ത് ചെയ്യാൻ? ഖുർആൻ ആദ്യം മനഃപ്പാടമാക്കൽ. ഫഖീഹൻ നാസിബൻ നഫ്സഹു ലിൽ ഇൽമിന് വേണ്ടി അവൻ സ്വന്തം നഫ്സിനെ നാട്ടുകയാണെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? ഖുർആൻ ഹിഫ്ളാക്കണം. അപ്പൊ ഖുർആൻ കൊണ്ടാണ് സലഫുകൾ ഇൽമ തുടങ്ങിയിരുന്നത്. അത് ഞാൻ സാന്ദർഭികം പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും 9ാമത്തെ എന്താണ്? അവർ ഇൽമ അന്വേഷിച്ച് യാത്ര. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് സലഫുകൾ. അവർ ഷെയ്ഖ് മുബിലിന്റെ കാലഘട്ടത്തിൽ ധാരാളം ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കിലേക്ക് യാത്ര ചെയ്തു. ഷെയ്ഖ് അൽബാനിയുടെ കാലഘട്ടത്തിൽ ഷെയ്ഖ് അൽബാനിയുടെ അടുക്കിലേക്ക് യാത്ര ചെയ്തു. ഇബ്നു ബാസിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തു. ഉസൈമീന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തു. ഇക്കാലഘട്ടത്തിലും ഇൽമിന്റെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇൽമിന് വേണ്ടി യാത്ര ചെയ്യും, സർട്ടിഫിക്കറ്റ് വേണ്ടിയല്ല, അല്ലെ ഇന്ന ഡിഗ്രി എടുക്കാൻ വേണ്ടിയല്ല, ഇൽമിന് വേണ്ടി. ഖുർആൻ പഠിക്കാൻ, അറബി പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ യാത്ര ചെയ്യുന്നു. അത് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, ദീൻ പഠിക്കുന്നത് പള്ളികളിൽ വെച്ചാണ്. എന്നാൽ ഇവിടെ നമുക്ക് പള്ളികളില്ല. നമ്മൾ പള്ളി കെട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി സ്ഥലം വായിച്ചു. ഇവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രവർത്തനങ്ങളും മറ്റ് പണിയൊക്കെ എളുപ്പമാക്കി പൂർത്തീകരിച്ച് വേഗം തരട്ടെ നമുക്ക്. ആമീൻ. അപ്പൊ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇൽമിന്റെ മജ്‌ലിസുകൾ പള്ളികളിലാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് നിങ്ങൾക്ക് അറിയുമോ? മജ്തമഅ ഖൗമൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിന്റെ പള്ളികളിൽ ഒരു സമൂഹവും എന്ത് ചെയ്യുന്നില്ല? ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ബൈനഹും. അവർ അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്നു, തമ്മിൽ പഠിപ്പിക്കുന്നു. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫ്ഫത്ഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. 4 ഫضലുകൾ എന്തൊക്കെയാ? പള്ളിയിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ? 4 ഫضലുകൾ. അവരുടെ മേൽ സമാധാനം ഇറങ്ങും, അവരെ മലായികത്തുകൾ വലയം ചെയ്യും, അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അവരെ മൂടും. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ സദസ്സിൽ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനിയും തീർന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ജാഅ മസ്ജിദി ഹാദാ ലാ യുരീദു, അവൻ എന്ത് അല്ലാതെ ഉദ്ദേശിക്കുന്നില്ല, ലം യഅതി ഇല്ലാ ലി ഖൈറിൻ യതഅല്ലമഹു ഔ യുഅല്ലിമഹു ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. എന്റെ ഈ പള്ളിയിലേക്ക് വന്ന് ആരെങ്കിലും ഇൽമു പഠിക്കുകയാണെങ്കിൽ അവൻ ആരെ പോലെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അപ്പൊ എന്റെ ഈ പള്ളിയിൽ എന്ന് റസൂൽ പറയാൻ കാരണം എന്താ? അക്കാലഘട്ടത്തിന് അവിടെയാണ് ഇൽമ നടക്കുന്നത്. ഇൽമ നടക്കുന്നത് അവിടെയാണ്. ഇന്ന് പള്ളികളിൽ നല്ല സ്ഥലമുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളും, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ പള്ളി നമസ്കാരം കഴിഞ്ഞാൽ പൂട്ടിയിട്ട് അടുത്ത് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിൽ പോയിട്ട് എന്ത് ചെയ്യും? ക്ലാസ് എടുക്കും. നമ്മള് സെലഫിലാണെന്ന് പറയുന്ന ചില ആളുകൾ നമ്മളെ നാട്ടിൽ. ഇവിടെ എങ്ങനെയാണെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നമ്മള് പഠിപ്പിക്കുന്ന മഞ്ചേരിയിലാണ്. അവിടെയാണെങ്കിൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സഭാ ഹാളിലാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. പള്ളികൾ ചിലപ്പോൾ നല്ല സ്ഥലം ഉണ്ടാവും, 2 നിലയിൽ നല്ല ആള് 400-500 ആളുകളുള്ളൂ. അപ്പോ അത് സ്ഥലം ഇല്ലാത്തവരാണെന്ന് അറിയില്ല. എന്തായാലും പള്ളികൾക്കുള്ളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആരെങ്കിലും പള്ളികളിലേക്ക് രാവിലെ പോയി ഇൽമ പഠിക്കാനാണ് പോണെങ്കിൽ അവൻ എന്തിന്റെ പ്രതിഫലമാണ് റസൂൽ പറഞ്ഞത്? അജ്റു മുഅ്തമിരിൻ താമിൽ ഉംറ, പൂർണ്ണമായി ഉംറ ചെയ്തവന്റെ പ്രതിഫലം. ഇനി വൈകുന്നേരം പോയി കഴിഞ്ഞാലോ അജ്റു ഹാജിൻ താമിൽ ഹിജ്ജത്ത്, പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം. എത്ര പ്രതിഫലമാണ് പള്ളിയിൽ നിന്ന് ഇൽമിനിറക്കി വേറെ എവിടെ കോളേജിലും കെട്ടിടങ്ങളിലും പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന നഷ്ടം ഒരു മനുഷ്യന്. ഇന്ന് കോളേജുകളിലാണ് പഠനം. അത്രയും ആലിമീങ്ങളെല്ലാം പഠിച്ചിറങ്ങുന്ന കോളേജുകളിലാണ്. പണ്ട് റസൂൽ കാലത്ത് പള്ളികളിലാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഇന്നും സലഫികൾ പഠിക്കുന്നത് പള്ളികളിൽ തന്നെയാണ്. യമനിലായിക്കോട്ടെ, സൗദിയിലാവട്ടെ, സലഫികൾ പള്ളിയിൽ പഠിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഇതിൽ പഠിക്കുന്ന ഹറാമാണ് നമ്മൾ പറയുന്നതല്ല, ഫദ്ല് നഷ്ടപ്പെടുത്തുകയാണെന്നാണ് പറഞ്ഞത്. ഫദ്ല് നഷ്ടപ്പെടുത്തുകയാണ്. വലിയ വലിയ ഫദ്ല് എന്ത് ചെയ്യണം? അവന് നഷ്ടപ്പെടുകയാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അതുപോലെ തന്നെ പലതരത്തിൽ പ്രശ്നങ്ങളല്ലാതെ ഇഖ്ലാസിന്റെ വിഷയത്തിൽ മറ്റുമൊക്കെ പള്ളിയിലിരിക്കുന്ന ഖുശൂഉം അള്ളാഹുവിനോടുള്ള ഭയവും ഇഖ്ലാസും ഒന്നുമല്ല പള്ളിയിൽ ഇറങ്ങി പഠിച്ചാൽ കിട്ടൂല, കെട്ടിടത്തിരുന്ന് പഠിച്ചാൽ കിട്ടൂല. അത് വേറെ കാര്യം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ദുറൂസുകളും ഹലക്കാത്തുകളും പള്ളികളിൽ വെച്ചാണ്. സാന്ദർഭികമായി പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു.
ഈ പള്ളികൾ ആർക്കുള്ളതാണ്? എല്ലാ പള്ളിയുടെ പള്ളിയിൽ മിക്ക പള്ളികളും എഴുതി വെച്ചിരിക്കുന്നത് വന്നൽ മസാജിദ് ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ള. ഇത് എഴുതി വെച്ചാൽ പോരാ. പള്ളി നമസ്കരിക്കാൻ വരുമ്പോൾ എന്ത് പറയാൻ പാടില്ല? നിങ്ങൾ നമ്മളെ സംഘടന പറ്റൂലെന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ എന്താണ് നിങ്ങൾ ഇനി ഈ പള്ളി നമസ്കരിക്കാൻ, നമ്മളെ പള്ളി നമസ്കരിക്കാൻ വരണ്ട. അങ്ങനെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ അളമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യദ്കുറ ഫീഹി ഇസ്മുഹു. മുനാഫിഖീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ പള്ളികളിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരുന്നവനെ തടയുന്നവനേക്കാൾ അക്രമി ആരുണ്ട്? മുനാഫിഖീങ്ങൾ. ആരാ? ബിദ്അത്തുകാരവരല്ല, കാഫിരീങ്ങളാ. റസൂലുള്ളാഹിക്ക് കൃത്യമായി അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരാ മുനാഫിഖുകളെന്ന്. റസൂലുള്ള മുനാഫിഖുകളെ പള്ളിയിൽ തടഞ്ഞിട്ടുണ്ടോ? റസൂലുള്ള മുനാഫിഖുകളെ തടഞ്ഞിട്ടുണ്ടോ? പള്ളിയിൽ നമസ്കരിക്കുന്നതിന് തടഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ബിദ്അത്തുകാരനാണ്. ഇനി നമ്മൾ നിങ്ങളെ സംഘടനയിൽ ഇല്ലെങ്കിൽ തന്നെ പള്ളിയും തടയാൻ പറ്റുമോ? നമസ്കരിക്കുന്നതിനും തടയാൻ പറ്റുമോ? ശരി, നമസ്കാരം കഴിഞ്ഞ് ഓക്കെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഇറങ്ങി പൊയ്ക്കോളി എന്ന് പറയുമ്പോൾ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ നമസ്കാരത്തിൽ നിന്ന് തടയുന്നത് എന്താണ്? നിങ്ങളെ പള്ളിയാണ്, ഇത് അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലമല്ലേ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ. ആർക്ക് വേണ്ടിയാ പള്ളിയിട്ട? സംഘടനയ്ക്ക് വേണ്ടിയാ പള്ളിയിട്ട? അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയിട്ടുമ്പോഴാണ് പ്രതിഫലം കിട്ടുക. ഇത് പള്ളി കെട്ടിയാൽ നമ്മളതാ എന്ന് പണ്ട വെച്ചിരിക്കുക. ഇത് നമ്മളെ പള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കയറേണ്ട പൊയ്ക്കോളി എന്നാ പറയുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജ് അതില്ല. ബിദ്അത്തുകാരനാൽ പോലും പള്ളി നമസ്കരിക്കുക തടയാൻ പറ്റൂല. പള്ളി നമസ്കരിക്കുക എന്ത് ചെയ്യാണ്? തടയാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല? മുനാഫിഖുകളെ പള്ളിയും തടഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളാഹിയുടെ പിറകെ നമസ്കരിച്ചിട്ടുണ്ട്. മുനാഫിഖുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ റസൂലിന്റെ പിറകെ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എന്താ പുതിയ വിഷയം? സംഘടന വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പള്ളി കയറ്റൂല. നിങ്ങൾ ഇനി നമ്മളെ പള്ളി വരണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ വേറെ പള്ളി വെക്കോളി. നിങ്ങൾക്ക് നമ്മളെ സംഘടനയെ പറ്റൂലല്ലോ, നമ്മളെ സംഘടന പള്ളിയിൽ നിങ്ങൾ വരണ്ട. ആ കെട്ടിയവനാണെന്ന് പറയണമെങ്കിൽ അവന്റെ അജർ അത്രയും പോയി അല്ലേ? അജറെല്ലാം പോയില്ലേ? ആർക്ക് വേണ്ടിയാ പള്ളി കെട്ടി? എനിക്ക് വേണ്ടി, എന്റെ സംഘടനയ്ക്ക് വേണ്ടി നീ പള്ളി കെട്ടിയത്? അതേ അള്ളാഹ്ക്ക് വേണ്ടിയാണ് പള്ളി കെട്ടിയത്. അപ്പൊ അത് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജ് അല്ല. അതുപോലെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തഖ്ലീദിന്റെ ആളുകൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നീട്ടുന്നില്ല. അപ്പോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തഖ്ലീദിന്റെ ആളുകൾ അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ ആ തെളിവുകളൊന്നും വായിക്കുന്നില്ല. അതായത് അവർക്ക് എന്തുണ്ടാവൂല? ഒരു സംഘടനാ നിലപാട്, ഒരു വിഷയത്തിൽ സംഘടനാ നിലപാട്, ആ നിലപാട് വിട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. മറിച്ച് അവർ കിതാബിനെയും സുന്നത്തിനെയും പിൻപറ്റുന്നവരാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കിതാബിനെയും സുന്നത്തിനെയും പിൻപറ്റുന്നവരാണ്. ആര് തഖ്ലീദ് ചെയ്യൂല, ഒരു ശൈഖിനെ തഖ്ലീദ് ചെയ്യൂല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലും സുന്നത്തിലും പഠിച്ചത് മശായിഖുമാരോട് അല്ലെങ്കിൽ ഉലമാക്കളിൽ കൂടി, സലഫുകൾ കൂടി, അവരിൽ കൂടി ഇൽമെടുക്കുന്നവരായിരിക്കും. ഇത് ചില ആൾക്കാർ നമുക്ക് പണ്ഡിതന്മാരും സലഫുകളൊന്നും വേണ്ട, നേരെ കിതാബും സുന്നത്തുമാണ്. അത് നേരെ കിതാബും സുന്നത്തും പോകണമെങ്കിൽ അതിനുള്ള വിവരം അവന് വേണം, എങ്കിൽ പ്രശ്നമില്ല. ഇനി ഏതൊരു സാധാരണക്കാരന് മനസ്സിലാക്കുന്നത്, ഇനിയിപ്പോ സൂഫിയുടെ ചില കാര്യങ്ങൾ അതുപോലെയല്ല നമ്മൾ പറയുന്നത്. സൂഫികൾ പറയുന്ന കിതാബും സുന്നത്തും ഒരു ആലിമിനല്ലാതെ മനസ്സിലാവൂല, അത് തെറ്റാണ്. പിന്നെ ഇപ്പുറത്ത് എന്താ പറയുന്നത്? കിതാബും സുന്നത്തും വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഖുർആൻ മനസ്സിലാവും. ഇത് രണ്ടും ശരിയല്ല. ഖുർആനിൽ എന്തുണ്ട്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്, തൗഹീദ് പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആലിമീങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആനിൽ മുഹ്കമാത്തുകളും ഉണ്ട്, മുത്തശാബിഹാത്തുകളും ഉണ്ട്. അപ്പൊ രണ്ടും ശരിയല്ല. സൂഫികൾ എന്താ പറയാ? ആലിമീങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഖുർആൻ മനസ്സിലാക്കുള്ളൂ. ഇപ്പുറത്തെ അവരെന്താ പറയാ? എല്ലാവർക്കും ഖുർആൻ മനസ്സിലാക്കി. യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എളുപ്പമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഫുൾ ഖുർആനും എല്ലാവർക്കും മനസ്സിലാവില്ല. ഖുർആനിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിഷയങ്ങളുണ്ട്, ആലിമീങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്നത്. റാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ വേറെ വെച്ചവർക്ക് മാത്രം അറിയുന്ന സംഗതികൾ എന്തുണ്ട്? ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആലിമീങ്ങൾ കൂടിയായിരിക്കും എന്ത് ചെയ്യുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇൽമിനെ എടുക്കുക. അല്ലാതെ അവർക്ക് പക്ഷെ എന്തില്ല? തഖ്ലീദില്ല. സംഘടനയ്ക്ക് ഒരു നിയമം, ഒരു നിലപാട്, ആ നിലപാട് എല്ലാവരും സ്വീകരിക്കുക. സംഘടന ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും അതിനെ തഖ്ലീദ് ചെയ്യുന്നത്, ചിലപ്പോൾ ആ നിയമം പാസ്സാക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ഭൂരിപക്ഷം നോക്കിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു തഖ്ലീദ് സ്വഭാവം എന്തില്ല? സംഘടനയ്ക്കില്ല. പ്രസിഡന്റിനെ അനുസരിച്ച് കൊള്ളാമെന്നോ സംഘടനയെ ഞാൻ എന്ത് ചെയ്യില്ല, ധിക്കരിക്കില്ല എന്നൊന്നും ബൈഅത്ത് അഹ്ലു സുന്നത്തിന് ജമാഅത്തിനില്ല. ഞാനൊരു സംഘടനയെ ധിക്കരിക്കില്ല എന്നുള്ളൊരു ബൈഅത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ സംഘടന പറഞ്ഞതെല്ലാം കേട്ടുകൊള്ളാമെന്നോ എന്താണ് അങ്ങനെ പറയുന്നത് എന്നില്ല. ആ ഒരു തഖ്ലീദിന്റെ സ്വഭാവം അഹ്ലു സുന്നത്ത് ജമാഅത്തിനില്ല.
അതെന്താണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ മൻഹജല്ല. അതുപോലെ തന്നെ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന കാര്യത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അങ്ങേയറ്റം ഹരീസീങ്ങളാണ്. 13ാമത്തെ കാര്യം നിങ്ങൾ നോക്കി. ഉദാഹരണം, സുന്നത്തിനെ ജീവിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മളെ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന കാര്യം ആളുകളാണ് ചില ആൾക്കാർ വാദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, തറാവീഹ് നമസ്കാരം റസൂൽ നമസ്കരിച്ച് 11 റക്അത്താണ്. പക്ഷെ 11 റക്അത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും 2-2-2-2 വെച്ചാണ് നമസ്കരിച്ചത്? അല്ല, പല രൂപത്തിൽ റസൂൽ നമസ്കരിച്ചിട്ടുണ്ട്. ഈ പല രൂപവും ആരാണ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സുന്നത്തിനെ ജീവിപ്പിക്കാൻ കാണിക്കുന്ന ഹിർസും അവർ ജീവിപ്പിച്ച ഇക്കാലഘട്ടത്തിൽ അവർ ജീവിപ്പിച്ച സുന്നത്ത് പോലെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവർ ആരും കാണാൻ സാധിക്കും. മഗ്‌രിബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫ് നമസ്കരിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ്? നമ്മൾ വിദ്യാർത്ഥികളായിരിക്കും പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മളെ ഷെയ്ഖിന്റെ നമ്മളെ മർക്കസിൽ അവിടെ നമസ്കരിക്കുമ്പോഴാണ്. അവിടെ എന്ത് ചെയ്യാണ്? മഗ്‌രിബിന് സൂറത്തുൽ അഅറാഫ് ഓതി ഒരു ദിവസം നമസ്കരിച്ചു. ഞാൻ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിൽ നമസ്കരിച്ചിട്ട് മർക്കസിലേക്ക് ദർസിന് വേണ്ടി വരുമ്പോൾ നമസ്കാരം തീർന്നിട്ടില്ല പള്ളിയിൽ. അപ്പൊ ഞാൻ വിചാരിക്കും, മഗ്‌രിബ് നമസ്കാരം ഇതുവരെയും തീർന്നിട്ടില്ല. അങ്ങനെ ഞാനും എന്റെ സുഹൃത്തും കൂടി നമ്മൾ ചായ കുടിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാര്യം അറിയുന്ന ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് അവിടെ. അത് എന്ത് ചെയ്യാണ്? അവർ പ്രാവർത്തികമാക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ പോയി നമസ്കാരത്തിൽ കയറുന്ന കുറച്ച് നമസ്കാരം ബാക്കി നമുക്ക് കിട്ടി. അത് നമുക്ക് സുന്നത്താവും. അപ്പോ ഞാൻ പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന, താടിയുടെ വിഷയത്തിലാവട്ടെ, നെരിയാടിന് മുകളിൽ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലാവട്ടെ, വേറൊരു ഉദാഹരണം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എല്ലാരും അംഗീകരിക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് ഹിജാബ് ഇടൽ എന്താണ്? സുന്നത്താണെന്ന്, വാജിബാണെന്നുള്ള കാര്യമാണ് ശരിയായ അഭിപ്രായം. പോട്ടെ, സുന്നത്താണ് എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആളുകൾ ഹിജാബിന്റെ കാര്യം എന്താ പറയുന്നത്? അൽബാനി പറഞ്ഞിട്ടില്ലേ സുന്നത്താണെന്ന്? അതിന് ഇടേണ്ട കാര്യമൊന്നുമില്ല. അതാണോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? എന്താ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? സുന്നത്താണെന്ന് പറഞ്ഞാൽ ചാടി വീഴുന്നവരാണ്, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അല്ലാതെ സുന്നത്താണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നവരല്ല. സുന്നത്താണെന്ന് പറഞ്ഞ് ഹിജാബിനെ വലിച്ചു കയറി എറിയുന്നവരല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. സുന്നത്താണെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്നവരായിരിക്കണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഹിജാബ് സുന്നത്താണോ വാജിബാണോ തർക്കം അവിടെ ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ശറഅക്കപ്പെട്ട കാര്യമാണോ? ഏറ്റവും ചുരുങ്ങിയത് സുന്നത്തായി കൂടി ശറഅക്കപ്പെട്ട കാര്യമാണോ? അപ്പോൾ അത് ധരിക്കാൻ പ്രേരിപ്പിക്കുകയല്ലേ വേണ്ടത്? തന്റെ മകളെ, തന്റെ ഭാര്യയെ, ആ നാട്ടിലെ സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുക. കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് എന്ന് നിങ്ങൾ പറയും, നമ്മൾ വാജിബാണെന്ന് പറയാം. രണ്ടുപേരും അവിടെ ആളുകൾ എന്താണ്, സ്ത്രീകൾ ഹിജാബ് ധരിക്കട്ടെ, ഇതല്ല, സുന്നത്താണ്, അൽബാനി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. സഹോദരങ്ങൾ, നമുക്ക് ചെറുതായിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചൂടെ? സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, സുന്നത്തിനെ വലിച്ചെറിയുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹിജാബ് ധരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ഹിജാബ് ധരിക്കാൻ വേണ്ടി ജനങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പറയണം. ഇത് അതാണോ ചെയ്യുന്നത്? അല്ല. എന്നിട്ട് ഒരു സ്ത്രീകൾ ഹിജാബിൽ ആക്കി നടത്തുന്നവരാണ്. ആ സുന്നത്ത് നിങ്ങളുടെ വാദപ്രകാരം സുന്നത്തായ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാ? കുറ്റം പറയുക. അത് എടുക്കുന്നവരെ ചീത്ത വിളിക്കുക. യഥാർത്ഥത്തിൽ ഹിജാബ് ധരിക്കൽ വാജിബാണ്. ആ കാര്യത്തിലേക്കല്ല ഞാൻ നടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ സുന്നത്തിനെ പ്രവർത്തിക്കും. താടിയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന കാര്യങ്ങളാകട്ടെ, സൊർഫുകൾ ചേർക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെ ഈ മുജാഹിദ് സംഘടന വളരെ സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. പണ്ടുള്ള നമ്മളെ കേട്ടിട്ടുള്ളതൊക്കെ അവരിൽ നിന്നാണ്. നമ്മൾ കുഞ്ഞിലൊക്കെ ആയിരിക്കുമ്പോൾ. ഇപ്പൊ പള്ളിയിൽ ഞാൻ ഒരു പള്ളിയിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാരെല്ലാവരും കൂടെ മഗ്‌രിബ് നമസ്കാരം തീർന്ന് സുന്നത്ത് നമസ്കരിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ കയറപ്പോ താമസിച്ചല്ല, നമസ്കാരം കഴിഞ്ഞ് എല്ലാരും നിന്ന് സുന്നത്ത് നമസ്കരിക്കാൻ കയറി. കാരണം സഫുകളല്ല, ആളുകൾ ഇങ്ങനെ ഇവിടെ ഒരാൾ അപ്പുറത്ത് ഒരാള്. ഞാൻ കരുതി സുന്നത്ത് നമസ്കരിക്കായിരിക്കും. സംഭവം ജമാഅത്ത് കിടക്കുക. അതാ മനുഷ്യന്മാരവസ്ഥ. അതൊക്കെ പോയി. ഇപ്പം നമ്മളൊരു സഹോദരൻ, ഞാൻ കാസർഗോഡുള്ള വിസ്റ്റം പള്ളിയാണ് കേട്ടോ. എല്ലാ സംഘടനയും കണക്കാണ്. വിസ്റ്റത്തിന്റെ പേരുകൊണ്ട് അവര് മാത്രമൊന്നുമില്ല, എല്ലാം കണക്കാണ്. ഉസ്താദത്തിന്റെ ഒരു പള്ളിയിൽ കയറിയിട്ട് അവിടെ അദ്ദേഹം പ്രസിഡന്റിന്റെ കാലിലാണ് ചേർത്ത് വെച്ചത്. പ്രസിഡന്റ് ഒറ്റ ചവിട്ടക്കാലില്. എന്താ ഇയാളെ കാട്ടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ സുന്നത്ത് എവിടെ? സുന്നത്ത് ഞാൻ ഇങ്ങനെ ഉദാഹരണം പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഞാൻ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അത് വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ പ്രാവർത്തികം വെക്കുകയും അണികൾക്കും ജനങ്ങൾക്കും സാധാരണക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്തെല്ലാം ഇന്നിപ്പോ താടി പോലും ഇല്ല പല ആൾക്കാർക്ക്. പണ്ടുള്ള മുജാഹിദീങ്ങളൊന്നും അങ്ങനെയല്ലായിരുന്നു. അവർക്ക് വേറെ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളിലും ഒരുപാട് ഖൈറിലായിരുന്നു.
പല കാര്യങ്ങളും സുന്നത്തിന് ജീവിപ്പിക്കുന്ന കാര്യത്തിലും പല കാര്യത്തിലും. അന്ന് അവർ വിരിച്ച പായൽ ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ചില ആൾക്കാർ, അല്ലേ? അന്ന് അവർ വിരിച്ച മെത്തയിൽ ഇന്ന് ചില ആൾക്കാർ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ അത് വേറെ കാര്യം. അപ്പൊ സുന്നത്തെ ജീവിപ്പിക്കുന്ന കാര്യത്തിൽ 13ാമത്തെ കാര്യം, 14ാമത്തെ കാര്യം, ജനങ്ങളിൽ നിന്ന് സമ്പത്തിനെ തേടുന്നവരല്ല. നമ്മൾ കാസർഗോഡ് പള്ളി പണിതു. നമ്മൾ അൽഹംദുലില്ലാഹ് തൗഫീഖ് കൊണ്ട് ഇക്കാലഘട്ടത്തിൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്ത് കേരളത്തിൽ ആദ്യമായി പണിയുന്ന ഒരു പള്ളിയാണ്. സ്വന്തം നിലയിൽ പണിയുന്ന, പിരിവൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ പണിയുന്നു. പള്ളിയിൽ വന്ന ഒരാൾ പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം അത്രയും കാലം വിസ്റ്റം പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വിസ്റ്റം പള്ളിയുടെ കാര്യം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വിസ്റ്റം പള്ളിയാണ് അവിടെ നമ്മളെ മർക്കസിന്റെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും കണക്കാരും ശരി. ഇദ്ദേഹം പള്ളിയിൽ വന്നിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കേട്ടോ, ഇതെന്താ നിങ്ങൾ സുബ്ഹാനല്ലാഹ് പള്ളി വെള്ളിയാഴ്ച ജുമാ ഖുത്ബ കഴിഞ്ഞപ്പോ പിരിവൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം, എന്താ പിരിവില്ലാത്ത? ഖുറാഫി പള്ളിയാണെങ്കിൽ കുത്തുപാടിയുടെ ഇടയിൽ തന്നെ എന്താണ് ബക്കറ്റ് ഇങ്ങനെ കൊണ്ടുവരും. മറ്റേ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ വെളിയിൽ എന്ത് പിടിച്ചിരിക്കും, തോർത്ത് പിടിച്ച് നിൽക്കും. നിങ്ങളിൽ ഈ പരിപാടി കാണാനില്ലല്ലോ, പിരിവില്ല. ഇവിടെ നമ്മളെ സഹോദരൻ ഇവിടെ ആരെങ്കിലും വരുമ്പോ ഒരു പ്രഭാഷണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്തായിരിക്കും? സ്വർഗം വേണോ സ്വർണം വേണോ? ഇപ്പം തീരുമാനിക്കണം. വേഗം അതെന്ത് അവരെ കൊണ്ട് നമ്മളെ എത്ര പരിപാടികൾ നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ജനങ്ങളിൽ നിന്ന് കാശ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്ത് അങ്ങനെ ഒരു മൻഹജ് നമ്മളെ മശായിഖ്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അദ്ദേഹം പറയാ, ഞാൻ ചില സമയത്ത് പള്ളി പോകാൻ ഭയങ്കര നാണക്കേടാ, പോക്കറ്റ് പൈസ എടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ. അവരാ പള്ളിയിലാണ്. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അതിലേക്ക് മടങ്ങി വരുന്നത്. നമ്മളെ ഉസ്താദിനോട് അദ്ദേഹം പറയാണ്, അവിടെ പള്ളി ചില സമയത്ത് നമുക്ക് നാണക്കേടാ, കാശ് എടുക്കാൻ മറന്നു പോകും. ചിലപ്പോൾ മനുഷ്യന്മാര് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആളായിരിക്കും, പക്ഷെ ഒരു ദിവസം വേഗം ധൃതിപ്പെട്ട് കാശ് എടുക്കും. അപ്പൊ എന്താ, പലരും വാതിലിന്റെ അവിടെ ഒരാൾ നിൽക്കും തോർത്ത് വിളിച്ചോണ്ട്. അവിടെ അവരെ കാണുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിറങ്ങി പോകുമ്പോ ഒരു മോശമല്ലേ? പടി ഇറങ്ങി താരുമ്പോ അവിടെ വേറെ ആളെ അവ എവരെയും കടന്നു പോകുമ്പോ മനസ്സിൽ ഭയങ്കര ഇടിപ്പ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പൊ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ദഅവത്തിന്റെ പ്രത്യേകത, ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ആൾക്കാരൊന്നും ഇതിന്റെ പേരിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാശ് കട്ടെടുത്തതിന്റെ പേരിലും കോടിക്കണക്കിന് കാശ് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയും പ്രശ്നം സംഘടനയുടെ ഇടയിലൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ തന്നെ നടന്ന് പലതും മോശമായിട്ടുണ്ട്. കാശ് മുക്കി, അയാൾ കാശ് മുക്കി, ട്രഷറർ മുക്കി, പ്രസിഡന്റ് മുക്കി, സെക്രട്ടറി മുക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന് ആ ഒരു പരിപാടി ഇല്ല. 7ാമത്തേത്, അവർ ഫിത്ന വന്നാൽ അവിടെ കാര്യങ്ങൾ മടക്കുന്ന പണ്ഡിതന്മാരിലേക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബി വലൗ റുദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും.